ആ അത് ഞാൻ കണ്ടടാ. അത് ടിവിയില് വാർത്തയിലും വരണുണ്ട്, ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ വരണുണ്ട്. അയാള് പോട്ടേന്ന്, അയാള് പോയ എവിടത്തോളം പോകും? രണ്ടവസരം കിട്ടിയതല്ലേ, പിന്നെ മരിക്കുന്നവരെ പാർട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ? പുതിയ ഇല്ല ഇല്ല, ഇവിടെ പുതിയ തലമുറ വരണ്ടേ? ഇല്ല ഇല്ല, അതിലിഞ്ഞ് ചീറാപ്പൊന്നുമില്ല. സ്ഥാനാർത്ഥി ഞാൻ തന്നെ. ഇനി ഒന്നും നടക്കൂല. ഇല്ല ഇല്ല ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ അറിയിക്കാം. ഓക്കെ. ആ സത്യ, നമ്മുടെ സുമേഷ് ഏട്ടൻ കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് കാശിക്ക് പോയത് അറിഞ്ഞു. അതിപ്പോ നമ്മുടെ ഒരു പ്രവർത്തകൻ വിളിച്ച് പറയാണ്. നന്ദിയോടല്ലേ അയാൾ കാണിച്ചത്. അതിപ്പോ സാറിന് സീറ്റ് കിട്ടി, പുള്ളിക്ക് സീറ്റ് കൊടുത്തില്ല എന്നപ്പോ പറയണത്, അതിന്റെ പ്രതിഷേധാത്ര. പ്രതിഷേധത്തിന്റെ അല്ല, എന്താന്ന് വെച്ചാൽ അയാൾക്ക് പാർട്ടി ഒരുപാട് അവസരം കൊടുത്തു. 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി. പിന്നെ 2 തവണ ഈ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം കൊടുത്തു. തോറ്റുപോയി. എന്തോ 14,461 വോട്ടിനാണ് ഈ ലാസ്റ്റ് തോറ്റത്. എന്നിട്ടും അയാൾക്ക് സീറ്റ് വേണമെന്നാ പറയണത്. എന്തിനാ കൊടുത്തിട്ട്? വെറുതെ ഒരു സീറ്റ് കളയാന്നല്ല. ഒരു കാര്യമില്ല. പിന്നെ പുള്ളി തോറ്റ സങ്കടത്തിൽ പുള്ളിയുടെ വൈഫിന് എന്താ ഇവനീ കാണിക്കണത്? സംസാരിക്കണൂടെ എനക്ക്? നോക്കി ചെയ്യണ്ടേ? അണ്ണാക്കിലല്ല കോലിട്ട് കുത്തണ്ടത്. പുള്ളി തോറ്റ സങ്കടത്തിന് പാർട്ടിക്ക് ഭരണം കിട്ടിയപ്പോ ബാങ്കില് ഭാര്യക്ക് ജോലി കൊടുത്തു, മോക്ക് ജോലി കൊടുത്തു. ഇപ്പൊ മോളെ കെട്ടിച്ചേക്കണ അവിടെ പയ്യന് ജോലി വേണമെന്നിട്ട് പാർട്ടി അതും കൊടുത്തു. ഇതൊന്നും തൃപ്തിയല്ലാഞ്ഞിട്ട് ഇനി ഈ സീറ്റും വേണം, അല്ലെങ്കിൽ അയാളെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കണം. ആരും മൈൻഡ് ചെയ്തില്ല. എങ്ങനെ സീറ്റ് കൊടുക്കാനാ സത്യ? മൂത്രം പോണത് അറിയണില്ലേ? അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറ്റുവാ? അല്ലെ ഞാൻ ഇറങ്ങി പോകട്ടെ? ആരാടി ഇവൻ? എന്താ നീ ആരോടാ സംസാരിക്കണത് നിനക്കറിയാമോ? അല്ല, എന്താ നിന്റെ വിചാരം? എന്താണ്? നിന്നോട് മര്യാദയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നല്ലേ? പറ്റുമെങ്കിൽ ചെയ്യല്ലേ, ഇറങ്ങിപ്പോ. വന്നിരുന്നപ്പോ തൊട്ട് സത്യവനെ ഇറിറ്റേറ്റ് ചെയ്യാണ് ഇവൻ. ഞാൻ ഇറങ്ങി പോയിക്കോളാം. പോയിക്കോ. നീ ചെയ്യണ്ട. പേരേട്ടാ, നിങ്ങൾ നിൽക്കുന്ന മണ്ഡലത്തില് 8 വോട്ട് എന്റെ കുടുംബത്തിൽ നിന്നാണ്, ഞാനടക്കം 9. പോയിക്കോട്ടെ. ഉണ്ണിയുടെ ഒരു കാര്യം ഞാൻ തമാശ പറയല്ലേ. നീ ചെയ്തോ. 8 നോക്കി പറയണ്ടേ? ഇല്ല, ചെയ്തോട്ടെ. അല്ല, അവൻ ചെയ്തോട്ടെ, അവൻ ആവശ്യത്തിൽ ചെയ്തോട്ടെ. 8 പേരെ കൊണ്ടും ചെയ്യിക്കണേ. അതെ പ്യാരി സാറേ, സംഗതി ഇപ്പോ സാറ് ചെറിയൊരു ചൂടനാണ്, അത് എല്ലാ ആളുകൾക്കും അറിയാം. പക്ഷെ ഇലക്ഷനാണ്, പ്രചരണത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ആ ദേഷ്യം ഒന്നും മാറ്റി വെക്കണം. ഇല്ല, ദേഷ്യപ്പെടില്ല, അത് പെട്ടെന്ന്. അല്ല, അതൊക്കെ ശരി തന്നെ. നമ്മളിപ്പോ ഏത് പ്രദേശത്ത് ചെന്നിരുന്നാലും അവിടെയുള്ള ആളുകളുടെയൊക്കെ പേരെടുത്തങ്ങ് വിളിക്കണം. MLA ആവാൻ പോകുന്ന ആള് നമ്മുടെയൊക്കെ പേര് ഓർത്തിരിക്കണുണ്ടല്ലോ എന്നുള്ള കരുതി അവരങ്ങ് സന്തോഷിക്കും. അതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ എനിക്ക് ഈ മണ്ഡലത്തിൽ എല്ലാവരും പേര് വലിയ നിശ്ചയമില്ല. അത് വേണ്ടല്ലോ, അതെങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും സാറേ? അപ്പൊ നമ്മൾ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരാളെ സാറിന്റെ കൂടെ അങ്ങ് തരും. അപ്പൊ അങ്ങേര് പറയുന്ന പേര് സാർ അങ്ങ് പറഞ്ഞാൽ മതി. പിന്നെ ചില വീടുകളിലൊക്കെ കയറി ചെല്ലുമ്പോ ഇനിയിപ്പോ ഏതെങ്കിലും വീട്ടിലെ അമ്മച്ചിമാരാണ്, വയസ്സായിട്ടുള്ള ആളുകളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നേരെ അവരുടെ കൂടെ അടുക്കളയിലേക്കൊക്കെ പോയിട്ട് കുടത്തുനിന്നോ കാലത്തുനിന്നോ ഒക്കെ അവർ ഇച്ചിരി വെള്ളമൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് കുടിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ അവരുടെ കൂടെ അവരുടെ ആളാണെന്ന് അങ്ങ് തോന്നിപ്പിക്കണം. ഈ എല്ലാ വീട്ടിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കേണ്ടി വരുമോ? എല്ലാ വീട്ടിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കണമെന്നില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ വെള്ളം കുടിക്കേണ്ടി വരും. പിന്നെ ചില വീടുകളിൽ നമ്മൾ ഉച്ച സമയത്തൊക്കെയാണ് ചെല്ലുന്നത് വിചാരിക്കുക. അപ്പോൾ നേരെ ഡൈനിങ് ടേബിളിലേക്ക് കയറിയിരിക്കണം. ചേച്ചി ഭക്ഷണം എടുക്ക്, കഴിക്കട്ടെ, ഭയങ്കര വിശപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൂടെ നിൽക്കണം. തരുമോ? അവര് തന്നില്ലെങ്കിലും നമ്മളങ്ങ് എടുക്കല്ലേ. പാർട്ടിക്കാരെ അതാരത് വോട്ട് വെച്ചിട്ട് വരുന്നതാ. അത് ശരി, മൂപ്പര് നമ്മുടെ ഇവിടെ വന്ന് നാട്ടിൽ വന്ന കൂടിയില്ലേ? ഇവിടുത്തെ ആളല്ലല്ലോ. അത് ശരി. മനോദേട്ടാ, ഒന്ന് നിൽക്ക്. ആ വെള്ളയും വെള്ളിയിട്ട് കക്ഷിയില്ലേ, അതാണ് കോയ. കൊടയിട്ടിരിക്കുന്ന അതാണ് അഹമ്മദ് കോയ. വോട്ട് വെച്ചിട്ടുള്ള വരവാ. അതാണ് അങ്ങനെ കൈ ചൂണ്ടി പറയരുത്, അവർക്ക് സംശയം തോന്നരുത്. നമ്മൾ വേറെന്തോ അതല്ലേ, അത് തെങ്ങ്. എന്നിട്ട്
സുഖമല്ലേ അഹമ്മദ് കോയക്ക? അല്ലാഹു റബ്ബി, ഇന്റെ പേരറിയാണെങ്കിൽ എന്താണ് പിന്നെ ഒരു വിഷമം ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പറയാണ്. എന്തേ? ഭാര്യ ആശുപത്രി കിടന്നിട്ടൊന്ന് കാണാൻ പറ്റില്ല. എന്റെ ഭാര്യക്ക് എന്താ പറ്റി? എന്റെ ഭാര്യയല്ല, കോയക്കയുടെ ഭാര്യ ആശുപത്രി കിടന്നല്ലോ. അത് പറഞ്ഞോ? കാണാൻ വേണ്ടിയിട്ട് ഞാന് വണ്ടി ഡ്രൈവറെ വിളിച്ചു, റൂം, ആശുപത്രി എല്ലാം തിരക്കി എല്ലാം എഴുതി വെച്ചിട്ട് ഇറങ്ങായിരുന്നപ്പോ പെട്ടെന്ന് ഒരു പനിയും ചുമയും ജലദോഷം. അപ്പൊ അതുകൊണ്ട് അവിടെ വന്നൊരു രോഗിയെ കാണാൻ ഞാനെന്നെ വല്ലപ്പോഴാ പോയതാണ്. അപ്പൊ അതുകൊണ്ടാ അങ്ങനെ വരാത്താലും വേറെ വിഷമം എന്തായി പറയണേ. പിന്നെ ഇവിടെ ഇങ്ങനെ മാറി നിന്നപ്പോ വിചാരിച്ചു എനിക്ക് മൊയ് തൂക്കാൻ അറിഞ്ഞൂടെന്ന്. എന്ത് വർത്താനം മൊയ് തൂക്കാ? തടിക്കച്ചവടം എങ്ങനെ പോകുന്നു? ഉസാറായിട്ട് പോണ്. പിന്നെ ഗൾഫുകാര് മക്കൾ എന്ത് പറയണു? പിന്നെ രണ്ടാമത്തവൻ ബഹ്റൈൻ, സൗദി. സൗദി ബഹ്റൈനിൽ കണക്ഷൻ ഫ്ലൈറ്റ് വഴിയാണല്ലോ സൗദിക്ക് പോയത്. രണ്ടാൾക്കും സുഖമാണല്ലോ, സന്തോഷമാണല്ലോ, സമാധാനമാണല്ലോ. അത്ര അറിഞ്ഞാൽ മതി. എന്നാ പിന്നെ ഞങ്ങൾ വോട്ട് ചോദിച്ചില്ല. എന്ത് വോട്ട് ചോദിച്ചില്ലാന്ന്? ആരോട് വോട്ട് ചോദിച്ചില്ല? ഇനി ഇങ്ങനെയൊന്നും ഒരാരും മുമ്പെന്ന് ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഉള്ള അവർക്ക് അറിയാം, അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാം അറിയാം. ഇവിടെ നമ്മുടെ ഓട്ടൊക്കെ മമ്മദനുള്ള മമ്മദല്ല, മന്മഥൻ. അതെന്താ? അതിപ്പോ രണ്ടായാലും ഒന്നാ, ഇതെല്ലാം ഒരു കുടുംബമല്ലേ? അപ്പൊ ശരി. അവിടെ നിന്ന് സ്റ്റീവാ, സ്റ്റീവാ. ഇതാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ. വല്ല നാട്ടിൽ നിന്നും വന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മത്സരിക്കണ ആളാ. എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു ആലോചിച്ച് നോക്കും. മുടുക്കനാ. അതാണ് മുതല്. ഇങ്ങനെ ഇരിക്കണേ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കാണ് നമ്മളറിയാത്തത്. ഇത് പഞ്ഞ നാട്ടിൽ നിന്ന് വന്ന മുതലാ കണ്ടോ? അതാണ് അന്വേഷണം. ഞാൻ പറഞ്ഞതല്ലേ അവിടെയൊക്കെ പോസ്റ്റർ ഒട്ടിക്കണോന്ന്. അങ്ങനെ ബുക്ക്താന്ന് പറഞ്ഞ് എഴുതിയെന്നും പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല, മൈൻഡ് ചെയ്യണ്ട. എന്ത് വന്നാലും ഞാൻ ഏറ്റോളാം. ആ പിന്നെ ആ കട്ടൗട്ടർ വലുത് വെച്ചേ മന്മഥന്റെ, കാണുമ്പോഴത്തേക്ക് ആള് നടന്ന് വന്ന പോലെ തോന്നണം, ആ ഫീല് കിട്ടണം. അതിനല്ലേ സാറേ ആ കട്ടൗട്ടർ വെച്ചില്ല ഇതുവരെ മന്മഥന്റെ? പ്രശ്നമാണ്. എന്താ സാറേ? 2 പത്രിക തള്ളിപ്പോയി. അയ്യോ, ആരുടെ? ഒന്ന് മന്മഥന്റെയും പ്യാരിജാതന്റെയും. കഷ്ടായി പോയി. ടിവിയിൽ എഴുതി കാണിച്ചോണ്ടിരിക്കുകയാണ്. അതിന് സാറ് ഇങ്ങനെ ടെൻഷൻ അടിക്കണ എന്തിനാ? പിന്നെ ടെൻഷൻ അടിക്കാതെ നമ്മളല്ലേ പൂരിപ്പിച്ചത്. അയ്യോ, അത് അവർക്ക് തന്നെ പൂരിപ്പിച്ചാൽ മതിയായിരുന്നല്ലേ? ഇത് സ്ഥാനാർത്ഥി ഒപ്പിട്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒപ്പിടിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ നിന്നടുത്ത്. അവർക്ക് അറിഞ്ഞൂടെ അവര് ഒപ്പിടണോന്ന്? അവർക്കറിയെങ്കിൽ അവര് നമ്മളടുത്ത് തരുവോ? ഇനിയിപ്പോ എന്ത് ചെയ്യാം സാറേ? ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാം കൂടെ ഇളകി വരും. നമ്മൾ ഇതിനകത്ത് ചൂടും. നമുക്ക് പോവാ സാറേ. എല്ലാം പറ്റുന്ന സാധനം എടുക്കണം. സാർ അത് എടുക്ക്. എന്റെ ഫോൺ അല്ല കോയക്ക, നിങ്ങളെന്ത് അണ്ടി പോയി അണ്ണാനെ പോലെ കുത്തിരിക്കണത്? ഈ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയെന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെന്റെ പോയതോ. കുതികാല് വെട്ടല്, കാല് വാരല്, കയ്യിട്ട് മാന്തല്, ഗ്രൂപ്പ് വയക്ക്, മൊട്ടടിക്കല്, സന്യാസം, ഈ ജാതി സകലമാന പരിപാടികൾ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ട് അത് നഷ്ടപ്പെട്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക്. അല്ല, എനിക്കതല്ല അതിശയായിട്ട് തോന്നുന്നത്. നമ്മളെ സുഗതന്റെ നാമനിർദ്ദേശ പത്രിക മാത്രം തള്ളിയില്ലല്ലോ. അതെന്തേ? അത് തള്ളില്ലല്ലോ. അതാരെ പൂരിപ്പിച്ചറിയാം എനിക്ക്? ആരാ? അത് സുഗതന്റെ 7ാം ക്ലാസ്സിൽ പഠിക്കണ ചെക്കനാ. ആ 7ാം ക്ലാസ്സിൽ പഠിക്കണവന്റെ ബുദ്ധിബോധം കൂടി നമ്മുടെ മണ്ഡലത്തിൽ മത്സരിക്കാൻ നിൽക്കണ സ്ഥാനാർത്ഥികൾക്ക് ഇല്ലാന്നാ. ന്യായം മായം മറിമായം